ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ നൈറ്റിക്ക് ഒരു അടിപൊളി നെക്ക് ഡിസൈൻ കേട്ടോ. വീട്ടമ്മമാർക്ക് എന്തായാലും ഇഷ്ടം, കുർത്തിക്കും ചെയ്യാം, നൈറ്റിക്കും സൂപ്പറായിരിക്കും. ഇപ്പോൾ പ്ലെയിൻ കളറിലായതുകൊണ്ട് കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതേ കഴുത്തിൻ്റെ അകലമൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു തുണി എടുത്തിട്ടുണ്ട്, നീളവും വീതിയൊക്കെ നമുക്ക് എടുക്കാം കഴുത്ത് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ 12.5 ഇഞ്ച് നീളവും 8.5 ഇഞ്ച് വീതിയുള്ള തുണിയെടുത്ത് മടക്കിയ ശേഷം നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ട് പീസിൻ്റെ മേലെ നമ്മൾ, അല്ലെങ്കിൽ കുർത്തിയാണെങ്കിൽ കുർത്തി കേട്ടോ. ഇപ്പോൾ പ്ലെയിൻ കളർ നൈറ്റി വീട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ച്, കഴുത്തിൻ്റെ ഇറക്കം 5.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാൻവാസൊക്കെ വെച്ച് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുർത്തിക്കാണെങ്കിൽ ക്യാൻവാസ് വെച്ച് ചെയ്തെടുക്കാം. ഇപ്പം നൈറ്റി ആയതുകൊണ്ട് ഞാൻ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നില്ല. ഒരു ബോക്സ് വരച്ച ശേഷം ഇഷ്ടമുള്ള നെക്ക് കൊടുക്കുക. ഞാനൊരു യു നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ. കഴുത്തിൻ്റെ അകലവും ഇറക്കമൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് കുർത്തിയുടെ നല്ല വശത്തിൻ്റെ മേലെ വെച്ച് ചെയ്ത് ഉള്ളിലോട്ട് തിരിച്ചിടണം. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്, ഒരു ഷെയർ തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ നൈറ്റി ബിറ്റ് തുറന്ന് വെക്കുക. നല്ല വശം ആണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതേ നമ്മുടെ നെക്ക് പീസിൻ്റെ ആ ഒരു പീസ് എടുത്ത് മേലെ വെച്ച ശേഷം കഴുത്തൊന്ന് 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഒന്ന് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ചുറ്റും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. പിന്നെ സ്റ്റിച്ചിങ് ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്. വേണ്ടവർ നമ്മുടെ എന്താ പറയുക, എനിക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ പേജിൽ DM ചെയ്താൽ മതി കേട്ടോ, മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇതിനത് ഇങ്ങനെ ആക്കാം കേട്ടോ. നിങ്ങൾക്ക് ഫുള്ളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പുറത്ത് തയ്ച്ചു കൊടുക്കാനുള്ള ഒരു പരിവം ആക്കാൻ പറ്റും കേട്ടോ. അത്രയും കറക്റ്റോ. ഇപ്പോൾ നമുക്കൊന്ന് പതിച്ചടിച്ച് കൊണ്ടുവരാവേ. അപ്പോൾ ഇതേ പതിച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു നീല തയ്യൽ കാണുന്നുണ്ടോ? ഞാൻ വേറെ കളർ നൂലിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ആക്ച്വലി ചുരിദാർ അടിച്ചിട്ട് ഒരു കട്ട് പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടോ, സ്ട്രെയിറ്റ് അല്ല, ക്രോസ് ആയിട്ട് 1.5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ തുണികൾ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് യോജിപ്പിച്ച്, 2 പീസ് ഉണ്ടെങ്കിൽ അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു പീസാണെങ്കിൽ മതി, ഒരു പീസ് നീളത്തിലുള്ള ഒരു പീസാണെങ്കിലും മതി. 2-3 പീസ് വേണം കേട്ടോ. അതിന് ഒരു പീസ് മതിയല്ലോ, 5-6 പീസ് വേണ്ടി വരും. അതെല്ലാം കൂടി യോജിപ്പിച്ച് നമുക്കൊരു വലിയ പീസാക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് 1.5 ഇഞ്ച് വീതിയുള്ള ആ പീസിനെ ആദ്യം ഒരു 4 ഇഞ്ച് വെച്ച് മടക്കി ശേഷം അതിന് വീണ്ടും ഒന്ന് മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നമ്മളിങ്ങനെ പിടിച്ച് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നമ്മുടെ കഴുത്ത് നമ്മൾ തയ്ച്ചല്ലോ അതിൻ്റെ നല്ല വശം എടുത്ത് മേലെ വയ്ക്കുക. അപ്പോൾ ഇതിൽ ഞാൻ 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ നേരത്തെ കഴുത്ത് അടിച്ചിട്ട് മറിച്ചിട്ടിട്ട് പതിച്ചടിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അത് ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒരു തയ്യൽ ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ നമ്മുടെ ആ ക്രോസ് പീസ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് കഴുത്തിൻ്റെ നെക്ക് ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നല്ല അടിപൊളി നെക്ക് ഡിസൈനാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമുക്ക് അതിൻ്റെ ചുറ്റൊന്ന്, അപ്പം നമുക്കെന്ന് പറയുമ്പോൾ ചെറിയൊരു കട്ട് പീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും അല്ലേ. അത് പ്രത്യേകിച്ച് ഇതൊരു കോൺട്രാസ്റ്റ് കളറാണ്, തുണിക്കനുസരിച്ചൊരു കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ആക്ച്വലി 1.5 ഇഞ്ച് ഗ്യാപ്പ്, അതായത് നമ്മുടെ ആ ഒരു പീസ് വെച്ചതിൽ നിന്നും 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഫുള്ളായിട്ടൊരു നെക്ക് ഫുള്ളായിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ കണ്ടോളൂ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. കണ്ടോ, 1.5 ഇഞ്ച് നമ്മുടെ കഴുത്തിൽ നിന്നും 1.5 അല്ല, നമ്മുടെ ആ പീസ് വെച്ചടിച്ചില്ലേ അവിടെ നിന്നും 1.5. ശേഷം സെൻറ്ററിൽ നിന്നും താഴോട്ടേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു ഓവൽ ഷേപ്പ് ഒരു സൈഡ് വരച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ സൈഡ് വരച്ചാൽ ഞാൻ വളഞ്ഞു പോവും. അതുകൊണ്ട് എന്ത് ചെയ്തു, പകുതിക്ക് വെച്ച് മടക്കുക, അല്ലെങ്കിൽ ഉറപ്പാണ് എനിക്ക് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനകത്ത് ഇങ്ങനെ മടക്കി വെക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഒരു സൈഡ് വളഞ്ഞാലും അതേ വളഞ്ഞ ഷേപ്പ് മറ്റേ സൈഡ് കിട്ടും ഇങ്ങനെ മടക്കുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും 2 രീതിക്ക് ഇരിക്കുന്നതേ കണ്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ ക്രോസ് പീസ് കട്ടിയിട്ട് ഇത് മടക്കി വെച്ചിരിക്കണം. അതേപോലെ ഇങ്ങനെ ഞാനൊന്ന് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അയൺ ചെയ്യല്ല, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ച് നമുക്കത് ഫുള്ളായിട്ട് ആ ഒരു ഷേപ്പിനനുസരിച്ച് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ. നല്ലൊരു നെക്ക് ഡിസൈനാണ്, നല്ല ഭംഗിയുണ്ട്. ഒരു ഭംഗി ഇപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഇഷ്ടവും. പ്രത്യേകിച്ച് ഇത് പ്ലെയിനിൽ, ഇപ്പോൾ പ്ലെയിൻ കളർ നൈറ്റി ബിറ്റ് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ച് കൂടുതൽ ഭംഗി കിട്ടുക കേട്ടോ.
പിന്നെ ആ ഷേപ്പിനനുസരിച്ച് നമുക്കിത് വളച്ച് കൊണ്ടുവരാം. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് അറിയാം. ഇപ്പം നമ്മൾ തയ്ച്ചില്ലേ അതിൻ്റെ മറ്റേ സൈഡ്, അതായത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കൂടെ തയ്ക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ചുരുണ്ട് കയറും നമ്മുടെ ഈ പീസ് വെച്ചിരിക്കും, ക്രോസ് പീസ് വെച്ചിരിക്കണം. അപ്പോൾ ഇത് നോക്കിക്കിട്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ആ തുമ്പ് വശം കൂടി ഒന്ന് പതിച്ചടിക്കുമ്പോഴേ അതൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. നല്ല ഒരു എലഗൻറ്റ് ലുക്കുള്ള ഒരു നൈറ്റി, കുർത്തിക്കാണെങ്കിൽ സൂപ്പറാണ്, നൈറ്റിക്കാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതെ ഞാൻ അതിൻ്റെ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അത് കണ്ട ആ തുമ്പ് വശം കൂടി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം, അതുകൊണ്ട് ഞാൻ സ്പീഡ് കൂട്ടി കാണിച്ചു കേട്ടോ. അപ്പോൾ അത് നോക്കിക്കത് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ഇത് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സ്ലീവൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്ലീവിലും ഇതുപോലെ ഒരു ബോർഡർ കൊടുക്കുക, 2 ലൈനായിട്ട് ബോർഡർ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ആ നൈറ്റിയുടെ ആ ഒരു പീസ് വെച്ച് നെക്ക് പീസ് വെച്ച് തുണിയൊന്നും പുറത്ത് വരില്ല, കാരണം ഇത് ഓൾറെഡി അവിടെ പതിഞ്ഞിരിക്കണമുണ്ട്. ബാക്കിയൊന്നും പൊന്ന് കണ്ടോ. ഇപ്പം നോക്കിക്ക് എന്ത് രസമോ കാണാനായിട്ട്. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ചെയ്ത് നോക്കുക. വീട്ടമ്മമാർ എന്തായാലും നിങ്ങളിൽ നിന്ന് നൈറ്റി വാങ്ങിച്ചിരിക്കും ഇതുപോലെ തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ താങ്ക് യു.